ഈശോയിൽ സ്നേഹമുള്ളവരെ, നമുക്ക് കർത്താവിൻ്റെ സ്വർഗാരോഹണ തിരുനാൾ ഭക്തിയോടുകൂടെ നമുക്ക് ആചരിക്കാം. യഥാർത്ഥത്തിൽ വ്യാഴാഴ്ചയായിരുന്നു 40 ദിവസം പൂർത്തിയാകുന്നത്. ഉത്ഥാനം കഴിഞ്ഞ് 40 ദിവസം പൂർത്തിയാകുന്നത് അത് വ്യാഴാഴ്ചയായിരുന്നു, 29-ാം തീയതി. ഇന്ന് നമ്മൾ എല്ലാവരെയും ഇതിൽ ഉൾക്കൊള്ളിക്കാൻ വേണ്ടി ഞായറാഴ്ച ആചരണത്തിലേക്ക് അത് മാറ്റിയിരിക്കുകയാണ്. നമ്മൾ പെന്തക്കോസ്താ തിരുനാളിന് വേണ്ടി കൂടി ഒരുങ്ങുകയാണ്. ഇനി 8-ാം ദിവസം, ഇന്നത്തേക്ക് 8-ാം ദിവസം പെന്തക്കോസ്താ തിരുനാളാണ്. നമ്മൾ യഥാർത്ഥത്തിൽ 10-ാം ദിവസം, സ്വർഗാരോഹണം കഴിഞ്ഞ് 10-ാം ദിവസമാണ് പെന്തക്കോസ്താ തിരുനാൾ. നമ്മൾ അനുഗ്രഹിക്കാൻ വേണ്ടിയിട്ടാണ് ആരാധനക്രമത്തിൽ ഇങ്ങനെ ക്രമീകരിച്ചിരിക്കുന്നത്. നമുക്കത് മനസ്സിലായാലും മനസ്സിലായില്ലെങ്കിലും ഈ കുർബാനയുടെ അനുഗ്രഹം, ഈ തിരുനാളുകളുടെ അനുഗ്രഹം വളരെ വലുതാണ്. ഈ തുടർന്നുള്ള ആഴ്ചകളിലെല്ലാം ഓരോ തിരുനാളുകളാണ്. ഇന്ന് കർത്താവിൻ്റെ സ്വർഗാരോഹണ തിരുനാൾ, പിന്നത്തെ ഞായറാഴ്ച പെന്തക്കോസ്താ തിരുനാൾ, പിന്നെ പരിശുദ്ധ ത്രിത്വത്തിൻ്റെ തിരുനാൾ, പരിശുദ്ധ കുർബാനയുടെ തിരുനാൾ, തിരുഹൃദയ തിരുനാൾ. ഇതിലൂടെയെല്ലാം നമ്മൾ അനുഗ്രഹിക്കപ്പെടും. അതുകൊണ്ട് നമുക്ക് നന്നായിട്ട് ഈ തീർത്ഥാടനവും ഈ ആരാധനക്രമത്തിലെ ആചരണങ്ങളും നമ്മുടെ ഈ പരിശുദ്ധ ബലിയർപ്പണവും നമുക്ക് നന്നായിട്ട് പ്രയോജനപ്പെടുത്താം.